ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഭഗവത്ഗീത മരുന്നാണ് എന്നുള്ള 2-3 വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. മനുഷ്യരാശിക്ക് ഭഗവത്ഗീത മരുന്നാണ് എന്ന് അനുഭവപ്പെടുമെന്നുള്ള എൻ്റെ അനുഭവപാഠത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പുതിയ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിലും ഞാൻ പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഈ വീഡിയോകളൊന്നും വലുതായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും കാണുന്നില്ല. അതിൻ്റെ പ്രാധാന്യം മോശമായതുകൊണ്ടോ അതേ ഞാൻ പറയുന്നത് ഭഗവത്ഗീത ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നതുകൊണ്ടോ അതേ ആൾക്കാരുടെ അറിവുകേട് കൊണ്ടുവേണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇത് ആരും കാണുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഇത് കുറേ ആളുകളിലെങ്കിലും എത്തിക്കാനുള്ള സഹായം ചെയ്യണം എന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭഗവത്ഗീത ഒരു മരുന്നാണ് എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അവരവരാത്മസുഖത്തിനാചരിപ്പത് അവരിന് സുഖമായി വരേണം. തിന വിതച്ചവന് തിന കൊയ്യാം, വിന വിതച്ചവന് വിന കൊയ്യാം. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ വീഴും എന്നൊക്കെയുള്ള വചനങ്ങൾ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം എന്നതാണ്. ഇത് പല പുരാണങ്ങളിലും ഒക്കെ ഈ കാര്യം പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ ഇത് തന്നെയാണ്. കർമ്മഫലം, നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിച്ച് തന്നെ തീരും എന്നുള്ളതാണ് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ മാത്രമല്ല, ഭഗവത്ഗീതയിൽ ഉടനീളം ഈ തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഭഗവത്ഗീതയുടെ ഭാഷ ഉപനിഷത്ത് ഭാഷയാണ്. മറ്റേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് രാമായണത്തിലും മറ്റുമൊക്കെയാണ്. അതൊക്കെ പുരാണങ്ങളാണ്, അത് സ്മൃതികളാണ്, ഇത് ശ്രുതികളാണ്. രണ്ടിനും 2 ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഈ ശ്രുതികളിൽ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അത് കുറേ ആഴത്തിൽ നമ്മൾ പഠിക്കണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭഗവത്ഗീതയിൽ ഈ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് 3-ാമത്തെ അധ്യായം തൊട്ടാണ്. കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസ യോഗം, കർമ്മസന്യാസ യോഗം എന്നിങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങളിലൂടെയാണ് ഈ കർമ്മത്തിനെ പറ്റി പറയുന്നത്. ഈ കർമ്മത്തിനെ പറ്റി ഭഗവത്ഗീതയിൽ തുടങ്ങുന്നത് തന്നെ, കർമ്മയോഗം തുടങ്ങുന്നത് തന്നെ അർജുനൻ്റെ ഒരു സംശയത്തോടു കൂടിയാണ്. ജാതസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വധ നിശ്ചിത്യേന ശ്രേയോഹമപ്നിഹാം എന്നുള്ള 2 ശ്ലോകങ്ങളോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇത് അർജുനൻ്റെ ഒരു സംശയമാണ്. അർജുനൻ ഭഗവാനോട് സംശയം ചോദിക്കുകയാണ്. അതായത് 2-ാം അധ്യായത്തിൽ സാംഖ്യയോഗത്തിൽ ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞു. ആത്മാവിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ജ്ഞാനമാണ് അർജുന പരമപ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞു. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്, കർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി. അപ്പം ജ്ഞാനമാണ് പരമപ്രധാനം. അതായത് പല മനുഷ്യൻ്റെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഉന്നമതിക്ക് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനം, കർമ്മം, സന്യാസം, ഭക്തി, ധ്യാനം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഭഗവാൻ പറഞ്ഞു ജ്ഞാനമാണ് അർജുന പരമപ്രധാനം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത്,
അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ മുതുമുത്തച്ഛൻ, എൻ്റെ ഗുരു, എൻ്റെ പിതൃതുല്യരായിട്ടുള്ള ഒരു സഹോദര തുല്യരായിട്ടുള്ള ഇവരെയൊക്കെ കൊന്നിട്ട് എന്തിന് ഞാൻ ഈ രാജ്യം നേടണം? അത് പാപമല്ലേ? ആ കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഇത് മഹാഘോരമായ ഒരു പരിപാടിയാണ്, അതെനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നു ചെയ്യടാന്ന് പറയുന്നു. അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നു. അപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത്, ലോകേ അസ്മിൻ വിവിധാനിഷ്ഠ പുരാപ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തിനെ മുമ്പോട്ട് നയിക്കുന്നത്. ഒന്ന് പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മം, മറ്റൊന്ന് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. ഈ രണ്ട് കാര്യങ്ങളാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ ലോകം നടക്കില്ല, ഈ ലോകം പ്രവർത്തിക്കില്ല, ലോകം സജീവമായിട്ട് നിൽക്കില്ല. അപ്പം അതിന് ഈ രണ്ട് കാര്യങ്ങൾ പരമപ്രധാനമാണ്. അപ്പോൾ ഭഗവാൻ ഈ സമയത്ത് അർജുനനോട് എന്താണ് കർമ്മം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. കർമ്മം, വികർമ്മം, അകർമ്മം, നൈഷ്കർമ്മ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം അർജുനൻ്റെ ഈ ജ്ഞാനം എന്നുള്ള സാധാരണ നമുക്കൊക്കെയുള്ള അറിവാണ്. അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്വാർത്ഥപരമായ അറിവാണ്. ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ച അറിവെന്ന് പറയുന്ന ആ അറിവല്ല. ഭഗവാൻ ഉദ്ദേശിച്ചത് ശരിയായിട്ടുള്ള അറിവ്. നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോന്ന് ചെയ്തിട്ട് പറയും ഇത് അറിവാണ്, എൻ്റെ അറിവ്. ഓരോരുത്തരെയും അറിവാണ് പരമപ്രധാനം, അത് പരമപ്രധാനമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പറയും ഇത് ശരിയാണ്, മറ്റൊരാൾ പറഞ്ഞിട്ട് പറയും അത് ശരിയാണ്. ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ വച്ചും കൊണ്ട് അവർ പറയും അവരവരുടെ അറിവ് ശരിയാണ്. അതേ തത്വം അനുസരിച്ചാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. എന്നാൽ അറിവ് എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞത് ആ അറിവല്ല, അത് വിശേഷാൽ അറിവാണ്, വിജ്ഞാനമാണ്. ജ്ഞാനം വിജ്ഞാനമാകണം, ആ വിജ്ഞാനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞ അറിവ് അജ്ഞാനമാണ് പരമപ്രധാനം എന്ന് പറഞ്ഞു. ഒരാളിന് അറിവുണ്ട്, പക്ഷെ അയാൾ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകം നടക്കില്ല. ഒരാളിന് കൃഷി അറിയാം, നെല്ല് ചെടി അറിയാം, അതിനെ കൃഷി ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാം, അത് വിളവെടുക്കണത് എങ്ങനെയാണെന്ന് അറിയാം, ആ നെല്ല് കുത്തി അരി ഉണ്ടാക്കി ചോറ് വെച്ച് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അയാൾ പെരയ്ക്കകത്ത് ഈ അറിവ് വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ഈ അറിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അറിവ് മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ വരുത്തണം. ആ അറിവ് അതും പോരാ, അത് വിജ്ഞാനമായിരിക്കണം. മാത്രമല്ല കർമ്മം ശരിയായ കർമ്മമാകണമെങ്കിൽ അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള യജ്ഞകർമ്മമാകണം. അപ്പോൾ ശരിയായ കർമ്മം യജ്ഞകർമ്മം, അതായത് ഭഗവാനെ അർപ്പിച്ച്. ഭഗവാനെന്ന് വെച്ചാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ലോകത്തിന് മുഴുവൻ ഗുണകരമാകണം. അല്ലാതെ നമുക്ക് മാത്രമായാൽ പോരാ, അത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി അതൊക്കെ കുറേയൊക്കെ വേണം. പക്ഷെ ഒരു അറിവ്, ശരിയായ അറിവ് ആവണമെങ്കിൽ അത് ലോകത്തിന്, അല്ലെങ്കിൽ ഒരു കർമ്മം ശരിയായ കർമ്മമാകണമെങ്കിൽ അത് ലോകത്തിന് ഗുണം ചെയ്യുന്ന യജ്ഞകർമ്മമാകണം. അത് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, യജ്ഞകർമ്മമായിട്ട് ചെയ്യണം. അതുപോലെ ജ്ഞാനം സാധാരണ ജ്ഞാനം പോരാ, അത് വിജ്ഞാനമാകണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. അത് മാത്രവും പോരാ, അത് സന്യാസമാവണം, അത് ത്യാഗമനോഭാവം അതിൻ്റെ പിന്നിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർമ്മം ശരിയാവൂ. ജ്ഞാനം ഉണ്ടായാൽ പോരാ, കർമ്മം ചെയ്താൽ മാത്രം പോരാ, സ്വന്തം കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അതെല്ലാവർക്കും ഗുണകരമായിട്ട് ചെയ്യണം. ഭഗവാൻ പറഞ്ഞു എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കർമ്മഫലമൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. കാരണം ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും, ശാസ്ത്രം പറയും അതങ്ങനെയാണ് ഇങ്ങനെയാണ്. ഭഗവാൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സദാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രപഞ്ച ദേവതകൾ, പ്രപഞ്ച പാലകന്മാരെ ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെയാണത്.
ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, മനുഷ്യരാശിക്കല്ല, ഏത് ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സൂര്യൻ വേണം, ചന്ദ്രൻ വേണം, ഭൂമി വേണം, അഗ്നി വേണം, ജലം വേണം, വായു വേണം. അതുപോലുള്ള പല സംഗതികളും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ, ഏതെങ്കിലും ഒരു ജീവരാശിക്ക് ജീവിക്കാൻ കഴിയൂ. അതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ച് അതിന് വേണ്ടപ്പെട്ടവരെ അത് ചുമതലപ്പെടുത്തി ഭഗവാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ലോകത്തിന് ഗുണകരമായ രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിന് നന്മ ചെയ്യുന്ന ജ്ഞാനമേ യഥാർത്ഥ ജ്ഞാനമാകുള്ളൂ. സ്വന്തം കീശ വീർപ്പിക്കാൻ ഒരാൾ പല ബുദ്ധികളും ഉപയോഗിക്കും. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ അതല്ലേ. ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നത്തെ കുത്തക മുതലാളിമാർ, കുത്തക വ്യവസായങ്ങൾ, ഇന്നത്തെ ആധുനിക മാനേജ്മെൻറ്റുകൾ എല്ലാം ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം, നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായ കർമ്മങ്ങളല്ല. ലോകത്തിന് വേണ്ടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നു ആ തത്വം അനുസരിച്ച് വേണം കർമ്മം ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥ കർമ്മം, യജ്ഞകർമ്മം. അപ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഭഗവാന്റെ ഈ ഇത് വേണം. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സംഭവ. നമുക്ക് അന്നം വേണമെങ്കിൽ മഴ വേണം. മഴം യജ്ഞത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ യജ്ഞം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഈ കാര്യങ്ങൾ, നമ്മളൊരു വാഴ വെച്ചു, അതിൽ നിന്നൊരു കൊല കൊലച്ചു, അത് നമ്മൾ വെട്ടി പഠിപ്പിച്ച് തിന്നു. അത് പഠിക്കുന്നത് പോലും നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് ഭഗവാന്റെ, അത് പ്രകൃതിയുടെ കഴിവാണ്. ഒരു വാഴ കൊണ്ടൊന്ന് കുഴിച്ചു വെച്ച് കഴക്കൊന്ന് കുഴിച്ചു വെച്ചിട്ട് അതിലെ മുട്ടിൽ ഇത്തിരി വളവും വെള്ളവും ഒഴിച്ചാലൊന്നും അത് വളരില്ല. അതിന് വളരണമെങ്കിൽ അതിനൊരു ശക്തി വേണം. അത് പ്രപഞ്ച ശക്തി കൊണ്ടാണ് അത് വളരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം തരുന്നത് ഈ പ്രപഞ്ചമാണ്, ഈശ്വരനാണ്. അതിന് ഈശ്വരൻ പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നത്, നിങ്ങൾ ഒരു കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഇത് എന്നുള്ളത് സങ്കല്പിക്കുകയും ഓർമ്മിക്കുകയെങ്കിലും ചെയ്യണം. ആ ഓർമ്മ വെച്ചുകൊണ്ട് നമുക്കിത് തന്നത് ആരാണ് അവരെ സ്മരിച്ചുകൊണ്ട് അവർക്കും കൂടെ ഇതിൻ്റെ പങ്ക് കൊടുക്കണം. അപ്പോൾ ഭഗവാന് നമ്മൾ കൊടുക്കുന്ന, അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഭഗവാന് നിവേദ്യം കൊടുക്കുന്നു, ഭഗവാൻ അതിൻ്റെ സൂക്ഷ്മാംശം സ്വീകരിക്കുന്നു എന്നാണ്. അതുപോലെ നമ്മളും ഒരു കൊല വെട്ടി പഴിപ്പിച്ച് വലിയ പഴം നമ്മൾ തിന്നാതെ ഒരു പഴം എടുത്ത് ഭഗവാന് സംഘടിപ്പിച്ച് അവിടെ വയ്ക്കണം. അതാണ് നമ്മൾ പലരും പല വിവരമുള്ളവരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ പ്രകൃതി ദേവത നമ്മളെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുക. അങ്ങനെ നമ്മളും പ്രകൃതി ദേവതകളുമായിട്ടൊരു പരസ്പര ബന്ധം വേണം. ആ പരസ്പര ബന്ധത്തിൽ കൂടി വേണം നമ്മൾ ജീവിക്കാൻ. പക്ഷേ ഇന്ന് ആ പരസ്പര ബന്ധമൊന്നുമില്ല. പരസ്പര ബന്ധമില്ല. അതിൻ്റെ പ്രകൃതി ഇന്ന് നമുക്ക് എതിരായിട്ടാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, ഒരു മര്യാദയില്ലാതെ ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണത്തിന് പ്രകൃതി ദേവതകൾ കോപിക്കും പലപ്പോഴും. അതാണ് ഭൂകമ്പങ്ങളായിട്ടും ചിലപ്പോൾ ഉരുൾപൊട്ടലായിട്ടും മറ്റു പല പ്രകൃതി ദുരന്തങ്ങളായിട്ടും ഉണ്ടാകുന്നത് എന്ന് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നമ്മൾക്ക് ജ്ഞാനം ഉണ്ടായാൽ പോരാ, അത് വിജ്ഞാനമാവണം. അതുകൊണ്ട് അത് യജ്ഞകർമ്മങ്ങളായിരിക്കണം. അതുകൊണ്ട് ചെയ്യുന്ന യജ്ഞകർമ്മം ലോകത്തിന് മൊത്തത്തിൽ ഗുണകരമായ കർമ്മം. അത് മാത്രം പോരാ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലോകത്തിന് നന്മ ചെയ്യാനുള്ള ഒരു സന്യാസ മനോഭാവം, ത്യാഗ മനോഭാവം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ പുറത്തു കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്. എല്ലാ മനുഷ്യരാശിക്കും എല്ലാ മനുഷ്യർക്കും അറിവുണ്ട്. ഈ അറിവുകേട് കൊണ്ട് മറച്ചിരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ഞാനത് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അറിവിനെ അറിവുകേട് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ആ അറിവിനെ പുറത്തു കൊണ്ടുവരണം. അറിവിനെ പുറത്തു കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? അതിനൊരു മൂന്നാമതൊരു ശക്തി വേണം. ഗുരു സ്ഥാനം എന്ന് നമുക്ക് പറയാം. പരമഗുരുവാണ് ഈശ്വരൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അഭയം പ്രാപിക്കാവുന്നത് ഈശ്വരൻ്റെ അടുത്താണ്. ഈശ്വരൻ്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചാൽ നമുക്ക് ആ ജ്ഞാനം
ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അറിവ് നമുക്ക് കിട്ടും. അതിന് നമ്മൾ സാധാരണഗതിയിൽ സാധാരണക്കാർ അമ്പലത്തിലും ആശ്രമങ്ങളിലും ഒക്കെ പോകും. അത് അവിടെയൊന്നും പോകേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് വേണ്ടാന്നല്ല, അതൊക്കെ വേണം. അതിലെ കൂടിയൊക്കെ മാത്രമേ നമുക്ക് ഈ യഥാർത്ഥത്തെ പോയിന്റിൽ എത്താൻ പറ്റൂ. അമ്പലവും ആശ്രമവും ഈ വിശ്വാസങ്ങളും ഒക്കെ കുറേയൊക്കെ വേണം. അന്ധവിശ്വാസമാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ പോയി നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ അറിവുമുണ്ട്. സർവ്വ അറിവും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അടക്കി വെച്ചിട്ടുണ്ട്. ആ അറിവിനെ നാം പുറത്തു കൊണ്ടുവരണം. ആ അറിവിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കണം. ഇതിൽ 6-ാമത്തെ അധ്യായം നമുക്ക് ആത്മസംയമ യോഗം എന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 6 അധ്യായം മനുഷ്യനെ, ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യനെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഗീത. അതിൽ 6-ാമത്തെ അധ്യായം ആത്മസംയമ യോഗം, ധ്യാനം. ആ ധ്യാനത്തിൽ കൂടി നമുക്ക് അറിവ് കിട്ടും. ഒരു പള്ളിക്കൂടത്തിലും വേണ്ട, ഒരു വിദ്യാഭ്യാസവും നേടേണ്ട, ഭൗതികമായ ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. നമുക്ക് ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ മതി. അങ്ങനെയാണ് കാട്ടുകൊള്ളക്കാരനായ രത്നാകരൻ മഹാകവിയായിട്ട് രാമായണം എഴുതിയ വാൽമീകിയായിട്ട് മാറിയത്. അദ്ദേഹത്തിന് ആ അറിവ് കിട്ടിയതാണ്. അദ്ദേഹം ധ്യാനം ചെയ്തു. സപ്തർഷികളുടെ ഉപദേശം അനുസരിച്ച് അദ്ദേഹം ധ്യാനം ചെയ്തു. ആ ധ്യാനത്തിൽ കൂടി അദ്ദേഹത്തിന് അറിവ് കിട്ടി. ആ അറിവ് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തുള്ള സർവ്വസംഗതികളും മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമ്മളും ആ തരത്തിൽ അറിവ് നേടണം. അറിവ് നേടി സൽക്കർമ്മം ചെയ്യണം. ആ സൽക്കർമ്മത്തിലൂടെ ലോകത്തിന് നന്മ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവനായിട്ട് നമ്മൾ വരണം. മനുഷ്യർ ആ തരത്തിലാവണം. അങ്ങനെ മനുഷ്യരായാൽ ഈ ലോകത്തിനൊരു ഭാവിയുണ്ട്. പക്ഷെ ഇന്ന് ഈ ലോകത്തിൻ്റെ ഭാവി തുലാസിലാണ് ആടുന്നത്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ജ്ഞാനകൃതി, ഈ കൃതി നമ്മുടെ ഭൗതിക ജീവിതത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ഒരു പുസ്തകത്തിൽ നിന്നും ഇത്രയും അറിവ് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഭൗതികമായ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഇന്ന് ജീവിതത്തിൽ. ഇന്ന് കുടുംബങ്ങളെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. 4 പേരുണ്ട് ഒരു വീട്ടിലുണ്ടെങ്കിൽ 4 തരത്തിലുള്ള ചിന്താഗതികളുമാണ്. അവർ ഒന്നും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ പൊരുത്തപ്പെടുന്നില്ല. മൊത്തം ഓരോരുത്തർക്കും സ്വാർത്ഥ ചിന്തതയും സ്വാർത്ഥ താല്പര്യങ്ങളും, ഓരോരുത്തർക്കും മറ്റുള്ളവൻ്റെ പാക്കറ്റിലിരിക്കുന്ന പണം എങ്ങനെ കൈവശപ്പെടുത്താം എന്നൊക്കെയുള്ള ചിന്തയുമായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഈ തരത്തിൽ സങ്കടകരമാകുന്നത്. നമുക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും ആരോടുമില്ല. എനിക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെയല്ല. ഞാനും നീയും ഒന്നാണ്, ഈ ലോകവും ഞാനും ഒന്നാണ്, ഈശ്വരനും ഞാനും ഒന്നാണ് എന്നൊക്കെയുള്ള സങ്കല്പം ഭഗവത്ഗീത പോലുള്ള ജ്ഞാനകൃതികളിൽ, നമ്മളെ പുരാണങ്ങളിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ ആധുനിക ചിന്തകൾ അത് നമ്മളെ വളരെ വലിയ കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ്. നമ്മുടെ ഈ മനോഭാവം നമ്മൾ കുറേയെങ്കിലും മാറ്റിയാൽ, ലോകം കുറേയെങ്കിലും മാറ്റിയാൽ നമ്മുടെ ഭൗതിക ജീവിതം ഇന്നത്തെക്കാളും മെച്ചപ്പെടും. അതേപോലെ ഈ ഭഗവത്ഗീത മോക്ഷമാർഗങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നതാണ്. 4 മോക്ഷമാർഗങ്ങൾ. അതായത് ജ്ഞാനമാർഗം, കർമ്മമാർഗം, സന്യാസമാർഗം, ഭക്തിമാർഗം, യോഗമാർഗം എന്നൊക്കെ പറഞ്ഞ മാർഗങ്ങൾ. അത് നമ്മൾ മനുഷ്യൻ മരിച്ചതിന് ശേഷം വീണ്ടും പുനർജനിക്കുമെന്നും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, അതൊരു ബുദ്ധിമുട്ടാണെന്നും, നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം, നമുക്ക് ഇങ്ങനെയുള്ള ആവർത്തിച്ച് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ നിന്നുള്ള ഒരു അവസാനം, ഒരു മോക്ഷം, നമുക്കൊരു സമാധാനം കിട്ടുന്ന അവസ്ഥയിൽ നമ്മൾ എത്തണം. ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ നമ്മൾ ആ തരത്തിൽ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ അതിനനുസരിച്ച് പരിശീലിച്ച് ജീവിതത്തെ നിയന്ത്രിച്ച് ജീവിക്കണം. ഇന്നത്തെ ഈ ജന്മത്തിലെ ജീവിതമാണ് അടുത്ത ജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത് എന്നാണ് ആത്മീയശാസ്ത്രം പറയുന്നത്. നമ്മളെ വേദാന്തമൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മം നല്ല ജന്മമാവണമെങ്കിൽ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ നല്ലത് ചെയ്യണം. അപ്പോൾ നല്ലത് എന്താണ്, ചീത്ത എന്താണ്, എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മറ്റൊരു പുസ്തകത്തിലും പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിലും മത്സരിച്ചോടി ജയിക്കാനുള്ള മാർഗങ്ങളാണ് മറ്റ് പുസ്തകങ്ങളിലൊക്കെ പറയുന്നത്. ആ കൂട്ടത്തിൽ ഭഗവത്ഗീത എപ്പോഴും വേറിട്ട് നിൽക്കുന്നു. ഭഗവത്ഗീത പഠിക്കുക. ഭഗവത്ഗീത മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് അതുപോലെയാണെന്ന് പറയരുത്. ഇപ്പം ഞാൻ ഭഗവത്ഗീത ഇതിനെപ്പറ്റി പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കരുത്. ഞാനൊരു ചെറിയൊരു മോട്ടിവേഷൻ, അതായത് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണം. ഒരുപാട് പേര് ഭഗവത്ഗീത പഠിച്ചവരുണ്ട്.
പക്ഷേ പലരും പല ഭഗവത്ഗീതയുടെ അറിവ് പലതരത്തിലാണ് അവർ ഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് പഠിച്ചിട്ട് നമ്മുടെ മനസ്സിലിട്ട് ഈ തത്വങ്ങൾ, ഭഗവത്ഗീത തത്വങ്ങളെ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്ത് നമുക്ക് എങ്ങനെ അത് നമ്മളെ ബാധിക്കുന്നു, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവത്ഗീത മരുന്ന് തന്നെയാണ്. ഇത് നമ്മുടെ പല രോഗങ്ങൾക്കും ഈ മരുന്ന് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം. രോഗം അറിഞ്ഞല്ലേ ചികിത്സിക്കേണ്ടത്. ഇന്നത്തെ സമൂഹത്തിൻ്റെയും രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഭഗവത്ഗീത മരുന്ന് തന്നെയാണ്. ആ മരുന്ന് നമ്മൾ പ്രയോഗിച്ചാൽ നമ്മുടെ ജീവിതം, നമുക്കുള്ള രോഗങ്ങൾ മെച്ചപ്പെടും, രോഗങ്ങൾ ഭേദമാകും, നമ്മൾ യഥാർത്ഥ മനുഷ്യനായി തീരും. നമ്മൾ യഥാർത്ഥ മനുഷ്യൻ്റെ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ച് നമുക്ക് കാലം അവസാനിപ്പിക്കാം. ഇതാണ് ഭഗവത്ഗീത പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ്, പല രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോണ ഒരാൾ കടം കയറി, അല്ലെങ്കിൽ കുടുംബക്കാർ ചതിച്ചു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചതിച്ചു, ഭർത്താവ് ഭാര്യയെ ചതിച്ചു, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ദിവസേന നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അറിവ് കേട് കൊണ്ടാണ്, നമുക്ക് സഹിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഓരോ തുരുത്തുകളിൽ ഒതുങ്ങുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഭഗവത്ഗീത പഠിച്ചാൽ മനസ്സിലാവും. ഭഗവത്ഗീത പഠിച്ച ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയോ കടം കയറി എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയോ, കടം കയറിയെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇന്നലെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അപ്പം നമുക്ക് ചത്തുകളയാം. അതൊക്കെ വലിയ മണ്ടത്തരമാണ് എന്നാൽ ഈ ഭഗവത്ഗീത പോലുള്ള ജ്ഞാനകൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കടം കയറി തൂങ്ങാൻ കയറുമായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരാളിനെ താഴെ ഭഗവത്ഗീത പഠിച്ച ഒരാൾ വന്ന് നിന്ന് ഇറങ്ങി വാ, നിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവത്ഗീത തത്വം നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ അദ്ദേഹത്തിനെ 1 മണിക്കൂർ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുക എനിക്കിൻ്റെ കാര്യമൊന്നുമില്ല, കടം കയറി കടമുണ്ട്, നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്നാലും നമുക്ക് മരിക്കേണ്ട കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അനാഥരാകും, അവർ ഇതിനേക്കാളും കൂടുതൽ ദുഃഖിക്കും, എനിക്കെന്ത് നേട്ടം ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ നേരിടാം എന്നുള്ള തരത്തിൽ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിരോധം ഉണ്ടാകുന്നു, ചതി നടക്കുന്നു, വഞ്ചന നടക്കുന്നു, പലരും പലരെയും പറ്റിക്കുന്നു, പലതരത്തിലുള്ള അതെല്ലാം പക്വതയില്ലാത്തതിൻ്റെ നമ്മുടെ അജ്ഞത കൊണ്ടാണ് നമുക്ക് ആ തെറ്റുകൾ ചെയ്യാൻ, പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ കൃതി നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് വായിക്കുക, പഠിക്കുക. ഒരുപാട് പേര് ഭഗവത്ഗീത പഠിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ, പലതരത്തിലാണ്. ഭഗവത്ഗീത പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവത്ഗീത നമ്മളെ മനസ്സിലിട്ട് അതിൻ്റെ തത്വങ്ങൾ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിൽ ഭഗവത്ഗീത തത്വങ്ങൾ പകർത്തണം. അപ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും നമുക്ക് കിട്ടും എന്ന് ഞാൻ കുറച്ചൊക്കെ അല്പസ്വല്പം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ എനിക്കത് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളിത് കേട്ടവർ എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയൊക്കെ അറിയിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് മറ്റുള്ളവരിലും എത്തിക്കാനുള്ള എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സഹായം ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, നന്ദി.